ഇന്ന് നടക്കാനിറങ്ങിയപ്പോൾ സ്ഥിരം കാണുന്ന പാലുകാരനെയും പത്രക്കാരനെയും എല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ സ്ഥിരം ഒരു കാഴ്ചക്കാരനും കൂടിയുണ്ട്, ബിജു. ലോട്ടറികളുമായി മുച്ചക്ര വണ്ടിയിൽ പാഞ്ഞു പോകുന്ന ബിജുവിനെ 2-3 ദിവസങ്ങളായി കണ്ടില്ല. ബിജു എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പനിയോ മറ്റോ ആയി വീട്ടിലിരിപ്പായിരിക്കും. ഞാൻ പുതിയ ഒരു വഴിയിലൂടെയാണ് ഇന്ന് സഞ്ചരിച്ചത്. ആ വഴിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ബിജു വണ്ടി ഒരു സൈഡിൽ, റോഡ് സൈഡിൽ ഒതുക്കി വെച്ച് ലോട്ടറികളെല്ലാം നിരത്തി വെച്ച് താഴെ ഒരു ഷീറ്റിൽ നിലത്തിയിരിക്കുകയാണ്. ബിജുവിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ബിജു എന്താ വണ്ടി 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, കാണുന്നില്ലല്ലോ? ചേട്ടാ, വണ്ടിയുടെ ടയറെല്ലാം കംപ്ലൈൻ്റ് ആണ്, ഈ ചക്രം ഇപ്പം തിരിയില്ല. വണ്ടി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. കച്ചവടം കുറവാണ്, എന്നാലും എനിക്ക് കച്ചവടം ചെയ്തിട്ടല്ലേ എന്തെങ്കിലും 10 രൂപ കിട്ടുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുക. ഇനി ബിജുവിലേക്ക് വരുമ്പോൾ, ബിജു ജന്മനാ തന്നെ, ബിജുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു. 2 കാലുകളും പോളിയോ ബാധിച്ച ബിജു ഒരുപാട് വർഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയത് വടിയുടെ സഹായത്തിലും മറ്റുള്ളവരുടെ എടുത്തു കൊണ്ടുവച്ചിട്ടൊക്കെയായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസം ബിജുവിന് കിട്ടിയിട്ടില്ല. ഒരു ട്യൂഷനാണ് ബിജുവിന് കിട്ടിയിരിക്കുന്നത്. ഇന്ന് ബിജു മൊബൈലിൽ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം എടുത്ത് അതിലെല്ലാം കാണാനായിട്ട് മിടുക്കനാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും ബിജുവിന് അറിയാം. ബിജുവിൻ്റെ വലിയ ഒരു സ്വപ്നം ഈ വണ്ടി ഒന്ന് ഓടുക എന്നുള്ളതാണ്. ഞാൻ വളരെ ആയാസപ്പെട്ട് നടക്കുമ്പോൾ എൻ്റെ ഈ ബുദ്ധിമുട്ടെല്ലാം അവിടെ തീർന്നു. ബിജു പറയാണ്, ചേട്ടനൊക്കെ നടന്നു പോവല്ലേ, ഇങ്ങനെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഈ ലോട്ടറി എല്ലാം വിൽക്കാൻ പറ്റുമായിരുന്നു. ഈ ചക്രം ശരിയാക്കണമെങ്കിൽ മിനിമം 10,000 രൂപയുടെ മുകളിൽ വേണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. ലോട്ടറി എടുത്ത് അടിച്ചാൽ ഉറപ്പായിട്ടും ആദ്യം ഇതിന് ടയർ മാറ്റും. എനിക്ക് നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ലോട്ടറി ആരും വാങ്ങിച്ചില്ലെങ്കിലും ഈ വണ്ടിയിലൂടെയുള്ള യാത്ര എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാൻ ബിജുവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി വാങ്ങി. ആ ലോട്ടറിയാണിത്. ഈ ലോട്ടറി അടിച്ചാൽ, ഒരു പക്ഷേ ബിജു പറഞ്ഞു, ചേട്ടാ ഈ ലോട്ടറി അടിച്ചാൽ എൻ്റെ വണ്ടിയുടെ ടയർ മാറണം. വണ്ടിയുടെ ടയർ മാറുകയല്ല, പുതിയൊരു വണ്ടി വാങ്ങിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ലോട്ടറി അടിക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിൽ ഉള്ള കാര്യം മാത്രമാണ്. നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, ബിജുവിൻ്റെ ഒരു ആത്മസമർപ്പണമുണ്ട്. 2 കാലുകളും തളർന്നിരിക്കുന്ന ബിജുവിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സ്വപ്നങ്ങളുണ്ട്, യാത്രകളുണ്ട്. ബിജു പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വണ്ടിയുടെ ബാറ്ററി അധികം നേരം നിൽക്കില്ല. കുറേ സമയം നിൽക്കുകയാണെങ്കിൽ എനിക്ക് കുറേ കൂടി സ്ഥലങ്ങൾ കാണാമായിരുന്നു. ബിജുവിന് ആരും റിസ്ക് എടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി കാഴ്ചകളൊന്നും കാണിക്കാറില്ല. ബിജുവിൻ്റെ ഇലക്ട്രിക്കിൽ ഓടുന്ന ഈ മുച്ചക്ര വണ്ടി മാത്രമാണ് ആ നാട്ടിൽ മുഴുവൻ പാഞ്ഞു നടക്കുവാൻ സഹായിക്കുന്നത്. നമുക്ക് 2 കാലുകളും 2 കൈകളുമുണ്ട്. എവിടേക്കാണ് നമ്മൾ നടക്കുന്നത്? നിരാശപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് ഇതാണ്. ബിജുവിൻ്റെ ഒരു ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, എഴുന്നേൽക്കാൻ പറ്റില്ലെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലും തോൽക്കില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയമാണ്. ഒരുപക്ഷെ ലോട്ടറി അദ്ദേഹത്തിന് അടിക്കുമോ അടിക്കില്ലേ എന്നുള്ളതും വിഷയമല്ല. അധ്വാനിച്ച് ജീവിക്കാനുള്ള ആ ബിജുവിൻ്റെ ആ ഉത്സുകത, അദ്ദേഹത്തിൻ്റെ ധൈര്യം നമുക്കും ഒരു പാഠമാക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളിലെല്ലാം തളർന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള ബിജുമാർ ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കും ശുഭാപ്തിയോടെ മുന്നോട്ട് പോകാം. ഈ ലോട്ടറി അടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.